കേരളത്തിലെ മധ്യതെക്കൻ ജില്ലകളിൽ പലയിടത്തും ശക്തമായ മഴ. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ഇടി നിസ്സാരമായി കാണരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യതെക്കൻ ജില്ലകളിൽ പലയിടത്തും ശക്തമായ മഴയാണ് ലഭിച്ചത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കാം. മേഘങ്ങൾക്കിടയിലെ നെഗറ്റീവും പോസിറ്റീവുമായുള്ള കണങ്ങൾ തമ്മിൽ ഉരസുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നതെന്ന് പണ്ടേ പഠിച്ച കാര്യമാണ്. പക്ഷേ ഇടിമിന്നലിന്റെ കൃത്യമായ പാതയിലുള്ള സഞ്ചാരം മനസ്സിലാക്കാൻ അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടി ആഴത്തിൽ വിശദീകരിക്കേണ്ടി വരും. മേഘങ്ങളിലുള്ള വൈരുദ്ധ്യ ചാർജുകൾ ഗ്ലോബൽ എന്ന് വിളിക്കുന്ന മഞ്ഞുകണങ്ങൾ അഥവാ ചെറിയ ആലിപ്പഴങ്ങളാൽ വേർതിരിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഇങ്ങനെ വിവിധ മേഘങ്ങളിലായി ശേഖരിക്കപ്പെടുന്ന ചാർജുകൾ മേഘങ്ങൾക്കിടയിലോ മേഘങ്ങൾക്കും ഭൂമിക്കും ഇടയിലോ ദശലക്ഷക്കണക്കിന് വോൾട്ട് ശക്തിയുള്ള വൈദ്യുതിയായി രൂപപ്പെടാനും ഇടയാകുന്നുണ്ട്. ഇങ്ങനെ രൂപപ്പെടുന്ന വൈദ്യുതിക്ക് പുറത്തു കടക്കാനുള്ള പാതയാണ് ഇടിമിന്നൽ ഒരുക്കുന്നത്. അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്ന് മാത്രം. ഇത് പറയാൻ കാരണം ഇടിമിന്നൽ വളരെ ശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലുകളെ നിസ്സാരമായി കാണേണ്ടതുമില്ല. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതാണ്. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം. ഇടിമിന്നൽ ശക്തമായതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.